നമ്മുടെ കണ്ണിൽ വീണ്ടും ആവർത്തിക്കുന്ന ഒരു ദുരന്തം. 2026 ഓഗസ്റ്റ് 1 മുതൽ കഴിഞ്ഞ 4 ദിവസങ്ങളായി പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള മേഖലകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരുന്നു എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതിലെ കുറച്ച് സത്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ അധികൃതരുടെ അറിവിലേക്കുമായിട്ടും കൂടി നമ്മൾ ചെയ്യുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ആറന്മുള വീണ്ടും വെള്ളത്തിനടിയിലായിരിക്കും. ഈ ദുസ്ഥിതി ഇവിടെ അവസാനിച്ച് നമുക്ക് തീരത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമായ ആറന്മുളയുടെ പൈതൃകം ഇന്ന് കടുത്ത പ്രതിസന്ധിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്കറിയാം വർഷങ്ങളായിട്ട് നമ്മൾ ഇവിടെ ജനിച്ചു വളർന്ന ആളുകളുണ്ട്. അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒരു വെള്ളം പൊങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കൃത്യമായിട്ട് ആ പമ്പ നദിയിലൂടെ ഒലിച്ചു പോകുവാനുള്ള ഒരു സാഹചര്യം പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. എന്നാൽ ഇന്ന് നമുക്ക് അതിനെ ഗൗരവമായിട്ട് കാണേണ്ട കാര്യം ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ നദിയിൽ ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ട്. അപ്പോൾ ആ മാലിന്യങ്ങൾ എടുത്തു മാറ്റാത്തത് മൂലവും അതോടൊപ്പം തന്നെ മണൽ വാരൽ നിരോധിച്ചതും ഒരു മെയിൻ ഘടകമാണ്. നദിയിൽ വെള്ളം കുറച്ച്, അതായത് നദി ഏകദേശം ലെവലായി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ചെറിയൊരു മഴ വന്നു കഴിഞ്ഞാൽ തന്നെ ആ പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിലാകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. 2018 ഈ പറഞ്ഞ പ്രളയം വന്നപ്പോഴും നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ആ സമയത്ത് മാത്രം നമ്മൾ വീഡിയോയെ പോസ്റ്റ് തുടങ്ങിയവ ചെയ്യുന്നതല്ലാതെ കണ്ട് തുടർ നടപടികൾ ചെയ്യാത്തതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി. ഇപ്പോഴും നമുക്കറിയാം അവിടെ എയർപോർട്ട് ഉണ്ടാക്കുവാനും മറ്റുള്ള കാര്യങ്ങൾക്കുമായി ധൃതി വെക്കുന്ന ആളുകൾ അടിയന്തരമായിട്ട് ഇതിലിടപെട്ട് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കറിയാം ഒരുപാട് അമ്മമാർ, മറ്റുള്ള ആളുകൾ എല്ലാം കച്ചവടങ്ങൾ എല്ലാം നശിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ കാര്യങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രതിസന്ധിയിൽ, പ്രത്യേകിച്ച് ഈ ഓണം വരുന്ന അവസ്ഥയിൽ അവിടെ എന്തുമാത്രം കാര്യങ്ങളാണ് ഈ പ്രതിസന്ധിയിലായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ആളുകളുടെ സ്വപ്നങ്ങൾ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇത് കൃത്യമാക്കാൻ സർക്കാർ ഇതിനകത്ത് പ്രതിജ്ഞാബദ്ധരാണ്. നമുക്കറിയാം ഇപ്പോൾ കാണിക്കുന്ന ഈ അലർട്ടുകളും ഒന്നും കറക്റ്റല്ല. പ്രകൃതി ഏത് സമയത്തും ഏത് രീതിയിലാണ് വരുന്നത് എന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കുന്നതല്ല. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിനേക ഒരു പ്രതിവിധി. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പുഴയുടെ ആഴം വർദ്ധിപ്പിക്കുക. ഇപ്പോൾ നമുക്ക് കാണാം ഈ 4 ദിവസമായിട്ട് ഈ വെള്ളം ഇന്നാണ്, അതും ഞാൻ എൻ്റെ വീഡിയോയുടെ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട്, വെള്ളം ഇറങ്ങി തുടങ്ങിയത് ഇന്ന് 4-ാം ദിവസമാണ് വെള്ളം ചെറിയ രീതിയിൽ ഇറങ്ങി തുടങ്ങുന്നത്. അപ്പോഴും റോഡുകളിൽ ഒരു സൈഡിൽ റോഡിലെ കുറയുമ്പോൾ മറ്റുള്ള സൈഡുകളിൽ അത് കൂടുന്നു. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പുഴയിലൂടെ അത് കൃത്യമായിട്ട് ഒഴുകി പോകുവാനുള്ള സംവിധാനം ഇന്നില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അപ്പോൾ അതിന് അധികൃതർ കൃത്യമായിട്ടുള്ള നടപടിയെടുക്കണം. എടുത്ത് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ദുരന്തം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് മറന്നു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകരുത്. കാര്യം എന്ന് പറഞ്ഞാൽ ഡാമുകൾ, പ്രത്യേകിച്ച് ഡാമുകളിലെ ചെളിയും മറ്റുള്ള കാര്യങ്ങളും അടിയന്തരമായിട്ട് നീക്കം ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ പത്തനംതിട്ട പോലുള്ള വനമേഖലയിലും മറ്റും ഉരുൾപൊട്ടൽ പോലെയുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു ഉരുൾപൊട്ട് വന്നാലും നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയേ മതിയാകൂ. അത് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് എല്ലാ അധികാരികളിലും എത്തിക്കണം. ഇനിയും ഇതുപോലുള്ള ഒരു ദുരന്തം നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ അല്ല ആറന്മുളയിൽ ഒന്നും ആവർത്തിക്കരുത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നിയമ നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എടുക്കും എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രളയത്തിൽ അകപ്പെട്ട എല്ലാവരും എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് ഹൃദയത്തോട് ചേർത്ത് പ്രാർത്ഥിക്കുന്നു. അവരോടൊപ്പം തന്നെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവരും കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു.